ഹായ് എല്ലാവർക്കും ഷീക്രിയേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിപൊളി ഓപ്ഷനാണ് നമ്മുടെ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. യൂട്യൂബ് ലൈവ് റീഡയറക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പൊ ഈ ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് തുടക്കക്കാരായ യൂട്യൂബേഴ്സിനാണ്. മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്കും ഇതുവരെ കമ്മ്യൂണിറ്റി ഗൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഇല്ലാത്തതും ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഓപ്ഷൻ എന്താണെന്നും അതുപോലെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. അപ്പൊ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇത്തരമുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ യൂട്യൂബിന്റെ മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. യൂട്യൂബ് റീഡയറക്ട് മീറ്റ് ലൈവ് റീഡയറക്ട് ദ ഫ്യൂച്ചർ യു വിൽ ബി വെയിറ്റിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ മെയിലിൽ പറയുന്നത് ഇതാണ്: നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രീമിയർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ, പ്രീമിയർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അറിയായിരിക്കും. അത് നമ്മൾ അവിടെ പ്രീമിയർ ഓപ്ഷന്റെ ഭാഗത്ത് പോയി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തും. ഒന്നാമത് ലൈവ് പോലെ ആയിരിക്കും വീഡിയോ നമുക്ക് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 2-3 നോട്ടിഫിക്കേഷൻസ്, ആ പ്രീമിയർ ഒരു ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് 2 നോട്ടിഫിക്കേഷൻ, ആ രീതിയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് സെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈവ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന ലൈവ് ചെയ്യുന്ന വീഡിയോകൾ മറ്റൊരു ചാനലിലേക്ക് നമുക്ക് റിഡയറക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇത് കൊളാബ് രൂപത്തിലും അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പ്രീമിയർ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ചാനൽ, നമുക്ക് നമ്മുടെ സുഹൃത്തിന്റെ ഒരു ചാനലിൽ നമുക്കത് ലൈവ് അതുപോലെ തന്നെ നമ്മുടെ ലൈവ് പോലെ തന്നെ അവിടെ റിഡയറക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഹെൽപ്പ് ആവുന്നത് ബഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ആവും. മറ്റേ സുഹൃത്തുക്കളൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ ചാനലിൽ അതേ കണ്ടന്റ് രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കണ്ടന്റുകളാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത് ഹെൽപ്പ് ആവുന്നതായിരിക്കും. 2 തരം വീഡിയോസ്, ഒന്ന് നമുക്ക് പ്രീമിയർ ആയിട്ടുള്ള വീഡിയോസ് ഇതുപോലെ ചെയ്യാം, അതുപോലെ ലൈവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ചാനൽ, ഉദാഹരണത്തിന് എനിക്ക് 2 ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞൊരു ചാനൽ ലൈവ് നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയ ഒരു ചാനൽ ഉണ്ടെങ്കിൽ അതിലേക്കും വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് അതിലും ഈ ലൈവ് സെയിം ടൈം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്കിത് എങ്ങനെയാണ് ആക്റ്റീവ് ആക്കാൻ നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം വേണ്ടത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് സ്ട്രൈക്ക് നമുക്ക് പാടില്ല. എങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻസ് എനേബിൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് എനേബിൾ എങ്ങനെ ആക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത്, ക്രിയേറ്റർ സ്റ്റുഡിയോ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലൈവ് ഡയറക്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഐഡി യൂസർ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലൈവ് റീഡയറക്ട് എന്ന് കാണിക്കാം. അതിൽ ആഡ് ചാനൽ, ഏത് ചാനലിലാണോ നിങ്ങൾക്ക് ലൈവ് കാണിക്കേണ്ടത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ലൈവ് ആണ് നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ, ലൈവ് സ്ട്രീം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൈവ് കൺട്രോൾ, നമ്മുടെ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് ലൈവ് കൺട്രോൾ റൂം കിട്ടും അല്ലെ. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ലൈവ് കൺട്രോൾ റൂം എന്ന് പറഞ്ഞ് ലൈവ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ പോയിട്ട് 2 രീതി ചെയ്യാം. ഒന്നാമത് അവിടെ പോയിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കാം, എന്നിട്ട് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് റീഡയറക്ട് എന്ന് പറഞ്ഞതിൽ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതിൽ കാണിക്കുന്ന നിങ്ങളെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള വേറെ ചാനലുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ലൈവ് റൂം കൺട്രോൾ റൂം അല്ലാതെ യൂട്യൂബ് സ്റ്റുഡിയോ വഴിയാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കാം. എന്നിട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ലൈവ് എന്ന് പറയുന്നത് കാണാം. ആ ലൈവിൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഭാഗത്ത് റീഡയറക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ അവിടെ അതർ ചാനൽ കാണാം. ഇനി പ്രീമിയർ എടുക്കുന്ന ആളാണെങ്കിൽ പ്രീമിയറിന്റെ ഇതേപോലെ തന്നെയാണ് കണ്ടന്റ് എടുക്കുക. അതുപോലെ എഡിറ്റ് പ്രീമിയർ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് റീഡയറക്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ചെയ്യേണ്ടത്, ഇപ്പൊ ലൈവ് നമ്മൾ വേറെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ വേറൊരു സുഹൃത്ത് ലൈവ് വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലൈവ് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തന്നെ ലൈവ് കൺട്രോൾ റൂം പോയിട്ട് ആഡ് റീഡയറക്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ ചാനലിന്റെ പേരും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലൈവ് വീഡിയോ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത ലൈവ് എൻഡ് ചെയ്താൽ മാത്രമേ അവിടെ റീഡയറക്ട് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളവിടെ ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നില്ല. നമ്മൾ ഒരു ലൈവ് തുടങ്ങിയ ശേഷം അത് എൻഡ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. ഇതേപോലെ തന്നെ പ്രീമിയറും എഡിറ്റ് പ്രീമിയർ കൊടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രീമിയർ കഴിഞ്ഞാലായിരിക്കും, നമ്മുടെ വീഡിയോ കഴിഞ്ഞാലായിരിക്കും റീഡയറക്ട് ചെയ്ത് മറ്റുള്ള ആ ഒരു പ്രീമിയർ വരിക. അല്ലാതെ അവരവിടെ ലൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ അല്ല.
നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈവ് എൻഡ് ചെയ്യുമ്പോഴാണ് അത് റീഡയറക്ട് ചെയ്യുക എന്നും കൂടി ഓർത്തിരിക്കുക. ഒരു അപ്ഡേഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക, ജസ്റ്റ് നോക്കുക, എന്നിട്ട് അത് വായിച്ച് നോക്കുക. താഴെ യൂട്യൂബിന്റെ അതിന്റെ ബ്ലോഗിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയലി ലഭിക്കാൻ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.